വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ആസിഡുകളും ബേസുകളും എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: ജിനുവിൻ്റെ ഡയറിയിൽ പരാമർശിച്ച് പരീക്ഷണത്തിൽ മഞ്ഞ നിറം ലഭിക്കാനായി 2ാമത്തെ ഗ്ലാസ്സിൽ ടീച്ചർ ചേർത്തിരിക്കാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാവാം? ഈ ക്വസ്റ്റ്യൻ പാഠപുസ്തക പേജിൽ 28-ൽ കിടപ്പുണ്ട്. നിങ്ങൾ ചെയ്ത പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായവയ്ക്ക് നേരെ ടിക്ക് അടയാളം രേഖപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ നാരങ്ങ നീര്, വിനാഗിരി, പുളിവെള്ളം ഇവയ്ക്ക് നേരെയാണ് ടിക്ക് അടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങൾക്ക് രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവം ഉണ്ടോ? ഉത്തരം: ഉണ്ട്. അവയെല്ലാം പുളി രുചിയുള്ളവയാണ്. ചില ആസിഡുകൾ അടങ്ങിയതുകൊണ്ടാണ് അവയ്ക്ക് പുളി രുചിയുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: സ്കൂൾ ലബോറട്ടറിയിൽ നിന്ന് നീലയും ചുവപ്പും ലിറ്റ്മസ് പേപ്പറുകൾ എടുക്കുക. ഈ ദ്രാവകങ്ങളിൽ അവ മുക്കി നോക്കുക. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ പട്ടികപ്പെടുത്തുക. സോപ്പ് വെള്ളം, നാരങ്ങാനീര്, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, വിനാഗിരി, പുളിവെള്ളം, മോര്, തെളിഞ്ഞ ചാരവെള്ളം. ദ്രാവകം. ഇപ്പോൾ നിരീക്ഷണ ഫലം അല്ലെങ്കിൽ നിറമാറ്റം എന്താണെന്ന് അറിയാനാണ്. വിനാഗിരിയിൽ നീല ലിറ്റ്മസ് ചുവപ്പ് നിറമാകും. ചുവപ്പ് ലിറ്റ്മസ് ചുവപ്പ് തന്നെയാണ്. നാരങ്ങാ നീരിൽ നീല ലിറ്റ്മസ് ചുവപ്പ് നിറത്തിലും ചുവന്ന ലിറ്റ്മസ് ചുവപ്പ് നിറത്തിൽ തന്നെയും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ നീല ലിറ്റ്മസിന് നീല കളറാണ്, ചുവപ്പ് ലിറ്റ്മസിന് നീല കളറായിരിക്കും. സോപ്പ് വെള്ളത്തിൽ നീല ലിറ്റ്മസ് മുക്കുമ്പോൾ നീല കളർ തന്നെയാണ്, ചുവപ്പ് ലിറ്റ്മസിന് നീല കളർ തന്നെ. തെളിഞ്ഞ അപ്പക്കാര ലായനിക്കകത്ത് നീല ലിറ്റ്മസ് മുക്കുമ്പോൾ നീല കളർ തന്നെയാണ്, ചുവപ്പ് ലിറ്റ്മസിൽ നീല കളറായി മാറുന്നു. മോരിനകത്ത് നീല ലിറ്റ്മസ് മുക്കുമ്പോൾ ചുവപ്പ് നിറമാകുന്നു, ചുവപ്പ് ലിറ്റ്മസ് മുക്കുമ്പോൾ ചുവപ്പ് നിറം തന്നെയാണ്. പുളിവെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ ചുവപ്പ് നിറമായി മാറുന്നു, ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ ചുവപ്പ് നിറമായി തന്നെ ഇരിക്കുന്നു. തെളിഞ്ഞ ചാര വെള്ളത്തിനകത്ത് നീല ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ നീല കളറായി മാറുന്നു, ചുവപ്പ് ലിറ്റ്മസ് മുക്കുമ്പോൾ നീല കളർ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? ഉത്തരം: നാരങ്ങാ നീര്, വിനാഗിരി, മോര്, പുളിവെള്ളം. അടുത്ത ക്വസ്റ്റ്യൻ: ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കി മാറ്റിയത്? ഉത്തരം: തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, തെളിഞ്ഞ അപ്പക്കാര ലായനി, തെളിഞ്ഞ ചാരവെള്ളം. അടുത്ത ക്വസ്റ്റ്യൻ: ആസിഡുകൾ എന്നാൽ എന്ത്? ഉത്തരം: നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അടുത്ത ക്വസ്റ്റ്യൻ: ബേസുകൾ എന്നാൽ എന്ത്? ഉത്തരം: ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ. അടുത്ത ക്വസ്റ്റ്യൻ: സൂചകങ്ങൾ എന്നാൽ എന്ത്? ഉത്തരം: നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. എക്സാമ്പിൾ: ലിറ്റ്മസ് പേപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ: നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറികളിൽ സാധാരണ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളുടെ പേര് എഴുതുക. ഉത്തരം: ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ: ഫിനോഫ്താലിൻ്റെ 2-3 തുള്ളികൾ ആസിഡ് ബേസ് സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ചേർത്ത് നിറം മാറുന്നത് നിരീക്ഷിക്കുക. ഇതുപോലെ മീഥൈൽ ഓറഞ്ചിൻ്റെ 2-3 തുള്ളികളും ഈ ദ്രാവകങ്ങളിൽ ചേർത്ത് നോക്കൂ. നിറം മാറ്റം പട്ടികപ്പെടുത്തുക. പരീക്ഷിച്ച ദ്രാവകം: വിനാഗിരി. ഫിനോഫ്താലിന് നിറമില്ല. മീഥൈൽ ഓറഞ്ചിന് ഇളം ചുവപ്പ് അല്ലെങ്കിൽ ഇളം പിങ്ക്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം. ഫിനോഫ്താലിന് പിങ്ക് നിറം, മീഥൈൽ ഓറഞ്ചിന് ഇളം മഞ്ഞ. നാരങ്ങാ നീരിൽ ഫിനോഫ്താലിന് നിറമില്ല. മീഥൈൽ ഓറഞ്ചിലാണെങ്കിൽ ഇളം ചുവപ്പ് അല്ലെങ്കിൽ ഇളം പിങ്ക്. സോപ്പ് വെള്ളത്തിൽ ഫിനോഫ്താലിൻ്റെ പിങ്ക് നിറമാണ്, മീഥൈൽ ഓറഞ്ചിൽ ഇളം മഞ്ഞ നിറമാണ്. തെളിഞ്ഞ അപ്പക്കാര ലായനിയിൽ ഫിനോഫ്താലിൻ പിങ്ക് നിറമാണ്, മീഥൈൽ ഓറഞ്ച് ഇളം മഞ്ഞ നിറമാണ്. അടുത്ത ചോദ്യം: ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നത്? ഉത്തരം: മീഥൈൽ ഓറഞ്ച്. അടുത്ത ചോദ്യം: ബേസിൻ്റെ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നവ ഏതാണ്? ഉത്തരം: ഫിനോഫ്താലിൻ. അടുത്ത ചോദ്യം: എല്ലാ ആസിഡുകൾക്കും ഡാഷ് രുചിയുണ്ട്. ഉത്തരം: പുളിരുചി. അടുത്ത ചോദ്യം: എല്ലാ ബേസുകൾക്കും ഡാഷ് രുചിയുണ്ട്. ഉത്തരം: കാരരുചി. അടുത്ത ചോദ്യം: ശാസ്ത്രകിറ്റിലെ ഓരോ ദ്രാവകത്തിലും ചിത്രത്തിൽ കാണുന്നത് പോലെ കൈവിരലുകൾ മുക്കി കൂട്ടിയുരച്ച് നോക്കുക. പാഠപുസ്തക പേജ് നമ്പർ 32. ഏതെല്ലാം ദ്രാവകങ്ങൾക്കാണ് വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത്? പട്ടികപ്പെടുത്തുക. ഉത്തരം: സോപ്പ് വെള്ളം, അപ്പക്കാര ലായനി, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, തെളിഞ്ഞ ചാരവെള്ളം. ഇത്രയും
ദ്രാവകങ്ങൾക്കാണ് കൈവിരലുകൾ മുക്കി നോക്കുമ്പോൾ അല്ലെങ്കിൽ മുക്കി ഉരസി നോക്കുമ്പോൾ വഴുവഴുപ്പ് അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, ആസിഡുകളുടെയും ബേസുകളുടെയും പൊതു സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് അവ പട്ടികപ്പെടുത്തുക. ഉത്തരം, ആസിഡുകൾ പുളിരുചി ഉണ്ടായിരിക്കും. നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു. ബേസുകൾ കാരരുചിയുള്ളവയാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. വഴുവഴുപ്പുണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസ് ചുവപ്പാക്കാൻ കഴിയുന്നവ ഏതെല്ലാമാണ്? അവ കണ്ടെത്തി എഴുതുക. ചോദ്യങ്ങൾ: ഓറഞ്ച് നീര്, കഞ്ഞിവെള്ളം, കട്ടൻ ചായ, ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര്, തേങ്ങാവെള്ളം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്ന ദ്രാവകങ്ങൾ: ഓറഞ്ച് നീര്, ഇരുമ്പൻ പുളിനീര്, മുന്തിരി നീര്, തക്കാളി നീര്. ഇതിൻ്റെ കാരണം ഇവയ്ക്ക് പുളിരുചി ഉള്ളതിനാൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ആസിഡുകൾ എപ്പോഴും നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു. അടുത്ത ചോദ്യം, ഭക്ഷ്യവസ്തുക്കളിൽ പ്രധാനമായി അടങ്ങിയിട്ടുള്ള ചില ആസിഡുകൾ ഏതൊക്കെയാണെന്നാണ്. ഭക്ഷ്യവസ്തു അടങ്ങിയിരിക്കുന്ന പ്രധാന ആസിഡ്: മോര്, തൈര് ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനാഗിരിയിൽ അസറ്റിക് ആസിഡാണ്. നാരങ്ങയിൽ സിട്രിക് ആസിഡ്. പുളിയിൽ ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിൾ മാലിക് ആസിഡ്. നെല്ലിക്ക അസ്കോർബിക് ആസിഡ്. തക്കാളി ഓക്സാലിക് ആസിഡ്. അടുത്ത ചോദ്യം, പാൽ തൈരാകുമ്പോൾ എങ്ങനെയാണ് അതിന് ആസിഡ് സ്വഭാവം വരുന്നത്? ഉത്തരം, പാലിനെ തൈരാക്കി മാറ്റാൻ അതിൽ അല്പം തൈര് ചേർക്കുന്നു. തൈരിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട്. ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡാണ് തൈരിന് പുളിരുചി നൽകുന്നത്. അടുത്ത ചോദ്യം, ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ആസിഡുകളും ബേസുകളും ഏതൊക്കെയാണ്? ആസിഡുകൾ: ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ബേസുകളാണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ചുണ്ണാമ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് പൊട്ടാഷ്. അടുത്ത ചോദ്യം, രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ഉത്തരം, ശരീരഭാഗങ്ങളിൽ വീഴാതെ നോക്കണം. കൈകൊണ്ട് തൊടരുത്. മണത്ത് നോക്കാൻ പാടില്ല. രുചിച്ച് നോക്കരുത്. കുപ്പിയിൽ നിന്ന് എടുക്കാൻ ഡ്രോപ്പർ ഉപയോഗിക്കുക. ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ ഹോൾഡർ ഉപയോഗിക്കുക. അടുത്ത ചോദ്യം, ആസിഡ് വീണാൽ എന്തു ചെയ്യണം? വീര്യം കൂടിയ ആസിഡുകൾക്ക് ജലാംശം വലിച്ചെടുക്കാനും താപം പുറത്തുവിടാനും കഴിവുണ്ട്. അവ ശരീരത്തിൽ വീണാൽ പൊള്ളൽ ഉണ്ടാകുന്നു. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കുറേ സമയം ഒഴിക്കുകയാണ് ഇതിനുള്ള പ്രഥമ ശുശ്രൂഷ. പൊള്ളൽ ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അടുത്ത ചോദ്യം, ആസിഡുകളും ബേസുകളും വെവ്വേറെ ടെസ്റ്റ് ട്യൂബുകളിൽ എടുത്ത് അവയിൽ വിവിധ സൂചകങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം മാറ്റങ്ങൾ നിരീക്ഷിച്ച് പട്ടികപ്പെടുത്തുക. ഫസ്റ്റ് കോളം സൂചകം, അടുത്ത സെക്കൻഡ് കോളം സൂചകങ്ങൾ ചേർത്തപ്പോഴുണ്ടായ നിറം മാറ്റം. മീഥൈൽ ഓറഞ്ചിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേരുമ്പോൾ ഇളം പിങ്ക് അല്ലെങ്കിൽ ഇളം ചുവപ്പ് നിറമുണ്ടാകുന്നു. മീഥൈൽ ഓറഞ്ചിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ ഇളം പിങ്ക് നിറമോ ഇളം ചുവപ്പ് നിറമോ ഉണ്ടാകുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡിനകത്ത് മീഥൈൽ ഓറഞ്ച് ചേർക്കുമ്പോൾ ഇളം മഞ്ഞ നിറമാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് മീഥൈൽ ഓറഞ്ചിൽ ചേർക്കുമ്പോൾ ഇളം മഞ്ഞ നിറമാണ്. ഇനി ഫിനോഫ്തലിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേരുമ്പോൾ നിറവ്യത്യാസമില്ല. സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോഴും നിറവ്യത്യാസമില്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ പിങ്ക് നിറമാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോഴും പിങ്ക് നിറമാണ്. നീല ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡ് മുക്കുമ്പോൾ ചുവപ്പ് നിറമാണ്. സൾഫ്യൂരിക് ആസിഡിൽ മുക്കുമ്പോഴും ചുവപ്പ് നിറമാണ്. സോഡിയം ഹൈഡ്രോക്സൈഡിൽ ചേർക്കുമ്പോൾ നിറവ്യത്യാസമില്ല. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ ചേരുമ്പോഴും നിറവ്യത്യാസമില്ല. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ മുക്കുമ്പോൾ നിറവ്യത്യാസമില്ല. സൾഫ്യൂരിക് ആസിഡിൽ മുക്കുമ്പോൾ നിറവ്യത്യാസമില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിൽ ചേർക്കുമ്പോൾ നീല നിറമാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൽ ചേർക്കുമ്പോഴും നീല നിറമാണ്. അടുത്ത ചോദ്യം, ആസിഡുകളും ലോഹങ്ങളും പരീക്ഷണം. ഇതിൻ്റെ ലക്ഷ്യം ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം തിരിച്ചറിയുക. ഇതിന് വേണ്ട സാമഗ്രികൾ: അസറ്റിക് ആസിഡ്, മഗ്നീഷ്യം, ടെസ്റ്റ് ട്യൂബ്. പരീക്ഷണ രീതി: ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ കാൽഭാഗം വിനാഗിരി അല്ലെങ്കിൽ നേർപ്പിച്ച അസറ്റിക് ആസിഡ് എടുക്കുക. അതിലേക്ക് മഗ്നീഷ്യം റിബണിൻ്റെ 3-4 ചെറു കഷ്ണങ്ങൾ ഇടുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗം നിങ്ങളുടെ തള്ളവിരൽ കൊണ്ട് അല്പനേരം അടച്ചു പിടിക്കുക. ടെസ്റ്റ് ട്യൂബ് അല്പം ചരിച്ചു പിടിക്കുക. കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം തള്ളവിരൽ മാറ്റുക. നിരീക്ഷണം: നിറമില്ലാത്തതും മണമില്ലാത്തതുമായ ഒരു വാതകം ടെസ്റ്റ് ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വന്നു. തീ കാണിച്ചപ്പോൾ ഒരു ചെറു ശബ്ദത്തോടെ വാതകം കത്തി. നിഗമനം: അസറ്റിക് ആസിഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിക്കുകയും ഹൈഡ്രജൻ വാതകം ഉണ്ടാകുകയും ചെയ്യുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ. ഉത്തരം: പുളിരുചിയുണ്ട്,
നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സന്ദർഭങ്ങളുടെ കാരണം വിശദീകരിക്കുക. അച്ചാറുകൾ സൂക്ഷിക്കാൻ ലോഹപാത്രങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഉത്തരം, അച്ചാറിൽ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നു. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അച്ചാറുകൾ സാധാരണയായി ഗ്ലാസ് ജാറുകളിലാണ് സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, തൈര്, മോര് ഇവ ചേർത്ത കറികൾ ഉണ്ടാക്കാൻ മൺപാത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? ഉത്തരം, തൈരിലും മോരിലും ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ലോഹപാത്രങ്ങളുമായി പ്രവർത്തിച്ച് ലോഹനാശത്തിന് കാരണമാകുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ തൈരും മോരും ചേർത്ത വിഭവങ്ങൾ പാകം ചെയ്യാൻ മൺപാത്രങ്ങളാണ് അനുയോജ്യം. അടുത്ത ചോദ്യം, എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കുന്നത്? ഉത്തരം, അച്ചാറുകളിൽ, പാചക ആവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണം, കാർപ്പറ്റ് അപ്ഹോൾസ്റ്ററി മുതലായവയിൽ നിന്ന് കറകൾ നീക്കം ചെയ്യാൻ, പശകളെ ലയിപ്പിച്ച് ലേബലുകളും സ്റ്റിക്കറുകളും നീക്കം ചെയ്യാൻ. അടുത്ത ചോദ്യം, ചില ആസിഡുകളും അവയുടെ ഉപയോഗങ്ങളും താഴെ പട്ടികയായി നൽകിയിരിക്കുന്നു. വിട്ടുപോയ ഭാഗങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തീകരിക്കുക. ഉത്തരം, ആസിഡ് ഉപയോഗം: അസറ്റിക് ആസിഡ് അച്ചാറുകളിൽ, പാചക ആവശ്യങ്ങൾക്ക്, ഭക്ഷ്യ സംസ്കരണം. ഫോമിക് ആസിഡ് റബ്ബർ പാൽ കട്ടിയാകുന്നതിന്. സിട്രിക് ആസിഡ് പാനീയങ്ങൾ ഉണ്ടാക്കാൻ. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും രാസവള നിർമ്മാണത്തിനും. നൈട്രിക് ആസിഡ് രാസവളം, പെയിൻറ്റിംഗ്, ചായങ്ങൾ എന്നിവ നിർമ്മിക്കാൻ. ടാനിക് ആസിഡ് തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ. കാർബോണിക് ആസിഡ് സോഡയിലും ശീതള പാനീയങ്ങളിലും ഉപയോഗിക്കാൻ. അടുത്ത, ബേസുകളുടെ ഉപയോഗങ്ങൾ. ബേസ് ഉപയോഗം: ബേസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗം ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗം സോപ്പ്, പേപ്പർ, റയോൺ എന്നിവ ഉണ്ടാക്കാൻ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗം സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇത് ഉപയോഗിക്കുന്നത് മരുന്നുകളിൽ. അടുത്ത ചോദ്യം, പട്ടിക വിശകലനം ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബേസ് ഏതാണ്? ഉത്തരം, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത ചോദ്യം, മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകൾ ഏതെല്ലാമാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത ചോദ്യം, സോപ്പ് നിർമ്മിക്കാം ആവശ്യമായ സാമഗ്രികൾ. 20 സോപ്പ് നിർമ്മിക്കാൻ. കാസ്റ്റിക് സോഡ 180 ഗ്രാം, വെളിച്ചെണ്ണ 1 കിലോഗ്രാം, വെള്ളം 350 മില്ലി ലിറ്റർ, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ 100 ഗ്രാം, കളർ, പെർഫ്യൂം. നിർമ്മാണ രീതി: ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടും. ലായനി തണുത്ത ശേഷം അതൊരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച വെളിച്ചെണ്ണയിലേക്ക് സാവധാനം ചേർത്തിളക്കുക. തുടർന്ന് സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ക്രമമായി ചേർക്കാം. സോപ്പിന് ഭംഗി കൂട്ടാൻ കളറും സുഗന്ധത്തിനായി പെർഫ്യൂമും ചേർക്കാം. മിശ്രിതം കുറുകുന്നതുവരെ തുടരെ ഇളക്കണം. കുറുകിയ മിശ്രിതം മോൾഡിൽ ഒഴിച്ചു വയ്ക്കുക. ഉറച്ച ശേഷം മോൾഡിൽ നിന്ന് ഇളക്കിയെടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാം. അടുത്ത ചോദ്യം, നിങ്ങൾക്കറിയാവുന്ന നിറമുള്ള സസ്യഭാഗങ്ങൾ ഏതെല്ലാമാണ്? അവയെ ലിസ്റ്റ് ചെയ്യുക. ചുവന്ന ചീര, നീല ശംഖുപുഷ്പം, ചുവന്ന ക്യാബേജ്, ബീറ്റ്റൂട്ട്, മഞ്ഞൾ, മുന്തിരിനീര്, പതിമുഖം. അടുത്ത ചോദ്യം, ഇവയോരോന്നും ഉരച്ച പേപ്പർ, ഇവയുടെ ജ്യൂസ്, ഇവ വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുമ്പോൾ കിട്ടുന്ന നിറമുള്ള ദ്രാവകങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കൂ. വീട്ടിൽ ലഭ്യമായ ആസിഡുകളിൽ ഇവ പരിശോധിക്കൂ. വീട്ടിൽ ലഭ്യമായ ബേസുകളിലും പരീക്ഷണം ആവർത്തിക്കൂ. നിരീക്ഷണങ്ങൾ പട്ടികപ്പെടുത്തും. സസ്യഭാഗം: നീല ശംഖുപുഷ്പം. സ്വാഭാവിക നിറം നീലയാണ്. ആസിഡിലെ നിറം പിങ്ക് ആയിരിക്കും. ബേസിലെ നിറം ഇളം പച്ചയായിരിക്കും. ചുവന്ന ക്യാബേജ് സ്വാഭാവിക നിറം പർപ്പിൾ ചുവപ്പാണ്. ആസിഡിലെ നിറം ചുവപ്പ് കലർന്ന പിങ്ക് ആയിരിക്കും. ബേസിലെ നിറം നീല കലർന്ന പച്ചയായിരിക്കും. ബീട്രൂട്ടിന് സ്വാഭാവികമായിട്ടുള്ള നിറം ഇരുണ്ട പിങ്കാണ്. ആസിഡിലെ നിറം വയലറ്റാണ്. ബേസിലെ നിറം പച്ച കലർന്ന മഞ്ഞയാണ്. മഞ്ഞൾ സ്വാഭാവിക നിറം മഞ്ഞയാണ്. ആസിഡിലെ നിറം മഞ്ഞയാണ്. ബേസിലെ നിറം ചുവപ്പായിരിക്കും. മുന്തിരിനീരിന് സ്വാഭാവികമായ നിറം പർപ്പിളാണ്. ആസിഡിലെ നിറം ചുവപ്പാണ്. ബേസിലെ നിറം പച്ച കലർന്ന മഞ്ഞയായിരിക്കും. പതിമുഖം സ്വാഭാവിക നിറം പിങ്കാണ്. ആസിഡിലെ നിറം മഞ്ഞയാണ്. ബേസിലെ നിറം പിങ്കായിരിക്കും. ഇനി വിലയിരുത്താം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആസിഡിൻ്റെ സൂചകമായി ഉപയോഗിക്കാവുന്നത് മഞ്ഞൾ, പതിമുഖം, ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്താലിൻ. ഉത്തരം പതിമുഖം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോമിക് ആസിഡ്. ഉത്തരം സൾഫ്യൂരിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, മേശപ്പുറത്ത് 3 ബീക്കറുകളിൽ ഇരിക്കുന്ന ദ്രാവകങ്ങളിൽ ആദ്യത്തേത് ജലവും രണ്ടാമത്തേത് ആസിഡും മൂന്നാമത്തേത് ബേസുമാണ്.
ഇവ ഏതൊന്ന് തൊട്ടു നോക്കിയോ രുചിച്ചു നോക്കിയോ മണത്തു നോക്കിയോ തിരിച്ചറിയുന്നത് ശരിയാണോ? എന്തുകൊണ്ട്? ഇവയെ ഓരോന്നും തിരിച്ചറിയാനുള്ള മാർഗം നിർദ്ദേശിക്കുക. ഉത്തരം: അല്ല. രാസവസ്തുക്കൾ തൊടുന്നതും രുചിക്കുന്നതും മണക്കുന്നതും അപകടകരമാണ്. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആസിഡുകളും ബേസുകളും തിരിച്ചറിയാം. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു. ബേസുകൾ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റുന്നു. രണ്ടു തരം ലിറ്റ്മസിൻ്റെയും നിറം മാറുന്നില്ലെങ്കിൽ ദ്രാവകം വെള്ളമായിരിക്കും. അടുത്തത്, ലബോറട്ടറികളിൽ ആസിഡുകൾ സൂക്ഷിക്കുന്ന കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ കാരണം വിശദീകരിക്കുക. ഉത്തരം: ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് അവയുടെ നാശത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് ആസിഡുകൾ അടങ്ങിയ ഗ്ലാസ് കുപ്പികൾക്ക് ലോഹ അടപ്പുകൾ ഉപയോഗിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആസിഡുകൾക്ക് യോജിക്കുന്നവയും ബേസുകൾക്ക് യോജിക്കുന്നവയും തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. ക്വസ്റ്റ്യൻ: പുളിരുചിയുണ്ട്. ഫിനോഫ്താലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. വഴുവഴുപ്പുണ്ട്. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാകും. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കും. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. കാരരുചിയുണ്ട്. ഉത്തരം: ആസിഡുകൾക്ക് യോജിക്കുന്നവ: പുളിരുചിയുണ്ട്. മീഥൈൽ ഓറഞ്ച് ചേർത്താൽ ഇളം പിങ്ക് നിറം ലഭിക്കും. പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാകും. ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാക്കും. ബേസുകൾക്ക് യോജിക്കുന്നവ: ഫിനോഫ്താലിൻ ചേർത്താൽ പിങ്ക് നിറമാകും. വഴുവഴുപ്പുണ്ട്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കും. കാരരുചിയുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: ആസിഡ്, ബേസ് എന്നിവയെ തിരിച്ചറിയാനുള്ള വിവിധ സൂചകങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂചകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. ആസിഡിൻ്റെ സൂചകങ്ങൾ: പ്രകൃതിദത്തം, ലാബിൽ ഉപയോഗിക്കുന്നത്. പ്രകൃതിദത്തം: ചുവന്ന ചെമ്പരത്തിപ്പൂവ്, ഉരച്ച കടലാസ്, പതിമുഖം, ബീട്രൂട്ട്. ഇനി ലാബിൽ ഉപയോഗിക്കുന്നത് മീഥൈൽ ഓറഞ്ച്, നീല ലിറ്റ്മസ് പേപ്പർ. ഇനി ബേസിൻ്റെ സൂചകങ്ങൾ: പ്രകൃതിദത്തവുമുണ്ട്, ലാബിൽ ഉപയോഗിക്കുന്നതുമുണ്ട്. പ്രകൃതിദത്തം: മഞ്ഞൾ, ചുവന്ന ക്യാബേജ്, നീല ശംഖുപുഷ്പം. ലാബിൽ ഉപയോഗിക്കുന്നത് ഫിനോഫ്താലിൻ, മീഥൈൽ ഓറഞ്ച്, ചുവന്ന ലിറ്റ്മസ് പേപ്പർ. ഈ രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതുവരെ നമ്മളിവിടെ പറഞ്ഞത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു.